കൊലയാളികൾക്ക് കിട്ടുന്ന വഴിവിട്ട ആനുകൂല്യങ്ങളെയും പരോൾ വിളമ്പുന്ന സർക്കാർ നയത്തെയും അതിരൂക്ഷമായ ഭാഷയിലാണ് കേരള ഹൈക്കോടതി വിമർശിച്ചത്. എന്നാൽ ഇതാ ഹൈക്കോടതിയുടെ വിമർശനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒന്നാം പ്രതിക്ക് പരോൾ കൊടുക്കുവാൻ പോലും തയ്യാറായപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യത്തെ കൂടി കീറിമുറിച്ചുകൊണ്ടിവിടെ സർക്കാർ ഇടപെടുകയാണ്. 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ കാര്യത്തിലാണ് സർക്കാരിന് ഇത്ര ധൃതിയുള്ളത്. ജ്യോതി ബാബുവിന് വൃക്ക സംബന്ധമായ അസുഖമാണെന്നും പറഞ്ഞു റിപ്പോർട്ട് സുപ്രീം കോടതിയിലേക്ക് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അയാൾക്ക് വേണ്ടി കെഞ്ചുന്നത്. ആ സമയത്ത് മുൻപ് ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രിവിലേജ് എന്ന്. ജ്യോതി ബാബുവിന്റെ പരോൾ അപേക്ഷ ഹൈക്കോടതി നിരസിക്കുകയും ചെയ്തപ്പോഴായിരുന്നു ഈ ചോദ്യം അന്ന് ഹൈക്കോടതി ചോദിച്ചത്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി.പി. ചന്ദ്രശേഖരന്റേത്. 51 വെട്ടുകൾ വെട്ടി ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയവർ നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ എല്ലാ പഴുതുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ടി.പി. കേസിലെ പ്രതി ജ്യോതി ബാബുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. വൃക്ക മാറ്റിവെക്കണമെന്നും തുടർച്ചയായിട്ട് ഡയാലിസിസ് വേണമെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ മറവിൽ ജാമ്യം നേടിയെടുക്കുവാനാണ് ശ്രമം ഉള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൾ വെറും ക്രിമിനലുകളല്ല, പാർട്ടിയുടെ കണ്ണിലുണ്ണികളാണ്. വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതി ബാബുവിനെ ഹൈക്കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചതാണ്. എന്നിട്ടും സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു. കൊലപാതകം നടത്തുമ്പോൾ ഇല്ലാത്ത എന്ത് ശാരീരിക ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ജയിലിൽ സുഖവാസം നയിക്കുവാനും എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കാനും ഈ രോഗങ്ങൾ തടസ്സമാകാറില്ല. ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സർക്കാർ മെഡിക്കൽ റിപ്പോർട്ടുകളെ ആയുധമാക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. 2012 മെയ് 4-നാണ് RMT നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വടകരെ വള്ളിക്കാട് വെച്ച് കൊലപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുരച്ച ഈ കേസിൽ ഗൂഢാലോചന കുറ്റമാണ് ജ്യോതി ബാബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതി ബാബുവിനെ ഹൈക്കോടതിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ശിക്ഷിക്കുകയായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ ഉന്നയിച്ചാണ് ജ്യോതി ബാബു ജാമ്യത്തിനായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാന പ്രതികളെ 6 തവണയെങ്കിലും കൂടിക്കാഴ്ച നടത്തുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്ത ആളാണ് ഈ ജ്യോതി ബാബു. കൊലപാതകത്തിന് മുൻപ് ജ്യോതി ബാബു പ്രധാന പ്രതികളെ കണ്ടു. ചൊക്ലി സമീറ ക്വാർട്ടേഴ്സിലായിരുന്നു കൂടിക്കാഴ്ച. അനൂപ് കൊടിസുനി, KC രാമചന്ദ്രൻ, മനോജ് എന്നിവരെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ സാക്ഷിമൊഴി വിശ്വസനീയമെന്ന് ഹൈക്കോടതി അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. 1 മുതൽ 5, 7, 8, 10, 12 പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും ഇവർക്കെതിരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ശിക്ഷ വിധിച്ചത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ പ്രതികൾക്ക് രാഷ്ട്രീയപരമായിട്ട് പരോൾ നൽകാൻ സർക്കാർ ഇത്രയും കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ മറ്റൊരു കാര്യം കൂടി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം മാറുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാർ വരുമെന്നുമുള്ള വ്യക്തമായ തിരിച്ചറിവ് CPM-നുണ്ട്. അതുകൊണ്ട് അധികാരം കയ്യിലുള്ളപ്പോൾ പ്രതികളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുക എന്നതാണ് ഇപ്പോൾ അവരുടെ തന്ത്രം. UDF അധികാരത്തിൽ വന്നാൽ ടി.പി. കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ അന്വേഷണം ഉണ്ടായേക്കാം. ജയിലിലെ സുഖവാസം അവസാനിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടവർക്ക് പരമാവധി പരോളും ആരോഗ്യത്തിന്റെ പേരിൽ ജാമ്യവും വാങ്ങി നൽകാൻ സർക്കാർ ഇത്രയ്ക്കും താല്പര്യം കാണിക്കുന്നത്. ടി.പി.യുടെ കുടുംബത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവർക്ക് മുന്നിൽ സർക്കാർ വെല്ലുവിളി ഉയർത്തുകയാണ്. ക്രിമിനലുകളെ ജയിലിൽ നിന്നും ഇറക്കിവിടാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി സാധാരണക്കാരന്റെ കാര്യത്തിൽ ഈ സർക്കാർ കാണിക്കാറേയില്ല. മെഡിക്കൽ കോളേജ് മേധാവികളെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി സുപ്രീം കോടതിയെ സ്വാധീനിക്കാൻ നോക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഒരു വിപ്ലവ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ കൊലയാളികളെ സംരക്ഷിക്കാൻ മെഡിക്കൽ റിപ്പോർട്ടുമായി കോടതി കയറുന്നത് നാണക്കേട് തന്നെയാണ്. ഗോവിന്ദൻ മാഷെ പോലെയുള്ള തലതൊട്ടപ്പന്മാരാണ് ഈ പാർട്ടിയുടെ മുകളിൽ ഇരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്. ആദർശവും ധീരതയും ഗോവിന്ദൻ മാഷിന്റെ വാക്കുകളിൽ മാത്രമുള്ളൂ എന്നാണ് ഈ പ്രവൃത്തിയും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ നാടകം ജനം കാണുന്നുണ്ട്. ഭരണമാറ്റം വരുമെന്ന ഭീതിയിൽ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് കൊലയാളികളെ മോചിപ്പിക്കാനുള്ള നീക്കം കേരളം അനുവദിച്ചു കൊടുക്കരുത്.